നമസ്കാരം. നമസ്കാരം. കശുവണ്ടി വികസന കോർപ്പറേഷനിലെ തട്ടിപ്പ് വലിയ തരത്തിലുള്ള പ്രതിസന്ധിയിലാണ് നിലവിൽ വി ഡി സതീശൻ സർക്കാരിന്. എനിക്ക് തോന്നുന്നു വി ഡി സതീശൻ സർക്കാരിൻ്റെ കാലത്തല്ല, പിണറായി വിജയൻ സർക്കാരിൻ്റെ കാലത്ത് തന്നെ കോടതി വിഷയത്തിൽ ഇടപെട്ടിട്ടുണ്ട്. പലതവണ ഈ വിഷയം ബന്ധപ്പെട്ട് കോടതി നോട്ടീസ് ഇറക്കിയിട്ടുണ്ട്. പക്ഷെ അന്നൊന്നും ഈ പറഞ്ഞ പോലെ സംസ്ഥാന സർക്കാർ പറഞ്ഞത് അത് ഉദ്യോഗസ്ഥന്മാർ തമ്മിലുള്ള പ്രശ്നങ്ങളാണ്, അല്ലാണ്ട് അവിടെ അഴിമതി നടന്നിട്ടില്ല എന്നുള്ളത് പറയുന്നു. ഇപ്പോൾ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ കശുവണ്ടി വികസന കോർപ്പറേഷനിലെ AITUC സംസ്ഥാന പ്രസിഡന്റ് R ചന്ദ്രശേഖരനടക്കമുള്ള പല നേതാക്കന്മാരും അതിലുണ്ട് എന്നുള്ള കാര്യത്തിൽ ഉറപ്പാണ്. അദ്ദേഹം കോൺഗ്രസ് അനുഭാവ സംഘടനയുടെ നേതാവ് കൂടിയാണ്. പക്ഷേ എന്നിരുന്നാൽ പോലും കോൺഗ്രസിന് ഇതല്ലാണ്ട്, വി ഡി സതീശന് ഇതല്ലാണ്ട് വേറെ വഴിയില്ല. പ്രോസിക്യൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഇന്ന് ഉത്തരവ് കൊടുക്കുന്നുള്ള വിവരമാണ് നമുക്ക് കിട്ടുന്നത്. കാരണം നാളെ കോടതി ഇത് കേൾക്കാൻ പോവുകയാണ്. ഇൻ കേസ് ഇന്നത് ഉത്തരവ് കൊടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നാളെ നടക്കാൻ പോകുന്നത് ഈ പറഞ്ഞ പോലെ സംസ്ഥാന സർക്കാരിൻ്റെ വ്യവസായ വകുപ്പിൻ്റെ അഡീഷണൽ സെക്രട്ടറി ഹനീഷ് ജയിലിൽ പോകേണ്ടി വരും എന്നുള്ള കാര്യമാണ് വരുന്നത്. കാരണം കോടതി പലവട്ടം നിർദ്ദേശം കൊടുത്തിട്ടും അതെല്ലാം തള്ളിക്കളയുന്ന, അല്ലെങ്കിൽ അതിന് പുല്ല് വില കൽപ്പിക്കുന്ന ഒരു പ്രക്രിയയാണ് നാളിതുവരെ സംഭവിച്ചത്. പിണറായി സർക്കാരിൻ്റെ കാലഘട്ടം മുതൽ തുടങ്ങി ഇന്ന് വരെ. അപ്പം എന്തായാലും വി ഡി സതീശൻ സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു കേസെടുത്ത് തലയിൽ വെക്കാൻ താല്പര്യം ഉണ്ടാവില്ല. കാരണം CBI ഇടപെട്ട കേസാണ്. ഏകദേശം 80 കോടി രൂപ ആ പ്രാഥമിക ഘട്ടത്തിൽ മാത്രം കണ്ടുപിടിച്ച CBI. ബാക്കി കാര്യങ്ങളെല്ലാം വരണമെന്നുണ്ടെങ്കിൽ പറഞ്ഞ പോലെ അഡീഷണൽ സെക്രട്ടറി അടക്കമുള്ള പല ആൾക്കാരെയും പ്രോസിക്യൂട്ട് ചെയ്യണം. എന്നാലേ കൃത്യമായിട്ടുള്ള കണക്കുകളും എവിഡൻസുകളും പുറത്തു വരുള്ളൂ. നിലവിൽ CBIയുടെ മുമ്പിലുള്ളത് 80 കോടി രൂപയുടെ വലിയ തരത്തിലുള്ള അഴിമതി നടന്നു എന്നുള്ളതാണ് കോടതിയിൽ അവർ സത്യവാങ്മൂലം നൽകിയിട്ടുള്ളത്. അപ്പോൾ എന്തായാലും പ്രോസിക്യൂട്ട് ചെയ്യാൻ വേണ്ടി ഇന്ന് ഉത്തരവ് ഇറക്കുന്നുള്ളത് ഏറെക്കുറെ ഉറപ്പായി കഴിഞ്ഞു. നാളെ സംസ്ഥാന സർക്കാരിൻ്റെ ആൾ ഇതുമായി ബന്ധപ്പെട്ട് കോടതിയെ സമീപിക്കും. അപ്പം അങ്ങനെ അല്ല എന്നുണ്ടെങ്കിൽ പറഞ്ഞ പോലെ ഹനീഷ് ജയിലിൽ പോകേണ്ട ഒരു അവസ്ഥയും വരും. സംസ്ഥാന സർക്കാരിനടക്കം വലിയ തരത്തിലുള്ള തിരിച്ചടിയാവുന്നുള്ളത് ഏറെക്കുറെ. കാരണം കോടതി അലക്ഷ്യമായി മാറുന്നത്. പലവട്ടം കോടതി നിർദ്ദേശം കൊടുത്തിട്ടും ഈ വിഷയത്തിലൊന്നും ഇടപെട്ടിട്ടില്ല. അപ്പം എന്താണ് ഇതിൽ യഥാർത്ഥം നടക്കുന്നത്? ഈ പറഞ്ഞ പോലെ ഹനീഷ് ജയിലിൽ പോകുന്നുള്ള സാധനം വരുന്നു. അതിലുപരി ഈ പറഞ്ഞ പോലെ R ചന്ദ്രശേഖറുള്ള നേതാവ് പോകുന്നു. പക്ഷേ എനിക്ക് തോന്നുന്നു അദ്ദേഹം മാത്രമല്ല, വേറെ പല നേതാക്കന്മാർ, ഇത് കോൺഗ്രസിൻ്റെ ഒരു നേതാവ്, കോൺഗ്രസ് സംഘടനയുടെ AITUC നേതാവാണ് അദ്ദേഹം. അതിലുപരി CPMൻ്റെയും പല നേതാക്കന്മാരും ഇതിൽ പങ്കുചേർന്നിട്ടുണ്ട് എന്നുള്ള തരത്തിൽ വാർത്തകൾ വരുന്നുണ്ട്. എന്താണ് യഥാർത്ഥത്തിൽ ഇതിൻ്റെ സത്യാവസ്ഥ? ഓർഗനൈസ്ഡ് കറപ്ഷൻ എന്ന് പറഞ്ഞാൽ ആരൊക്കെ ഇതിനകത്ത് പങ്കാളിയാവും അവരെല്ലാം പങ്കാളിയായ കറപ്ഷൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട സജീവമായ ഉദാഹരണങ്ങളിലൊന്നാണ് കശുവണ്ടി രംഗത്തുണ്ടായ അണ്ടിക്കള്ളക്കടവെന്ന് തമാശയായിട്ട് പറയുന്ന അഴിമതി. ഇതിൻ്റെ മോഡസ് ഓപ്പറാൻഡി എന്ന് പറഞ്ഞാൽ തമിഴ്നാട്ടിൽ നിന്നും അങ്ങോട്ടും ഇങ്ങോട്ടും കടത്തുക എന്നുള്ള ചെറിയ സാധാരണ 10,000 ടണ്ണ് കടത്തുന്നതല്ല പ്രശ്നം. അത് ആ മാനങ്ങൾ വിട്ട് നാട്ടിലെ അവിടുന്ന് കളക്ട് ചെയ്യുന്ന കശുവണ്ടി പുറത്തേക്ക് തമിഴ്നാട്ടിന് കൊടുക്കുകയല്ല, തമിഴ്നാട്ടിൽ കളക്ട് ചെയ്യുന്നത് കേരളത്തിലേക്ക് എത്തിക്കുക എന്നതിനേക്കാൾ അപ്പുറം അന്തർദേശീയ തലത്തിൽ ആഫ്രിക്ക തുടങ്ങിയ രാജ്യങ്ങളിൽ നിന്നും ഇവിടെ കേരളത്തിൽ തോട്ടണ്ടിക്ക് ക്ഷാമം ഉണ്ടാകുമ്പോൾ അവിടുന്ന് കൊണ്ടുവരുന്ന തോട്ടണ്ടി ഇങ്ങോട്ട് ഇറക്കുമതി ചെയ്യുന്നൊരു പ്രൊസീജിയറായിട്ട് ഇത് മാറ്റിയെടുത്തു. അത് കൺവിൻസിങ് ആർഗ്യുമെൻറ്റുമായിരുന്നു. ഇവിടെ നമ്മുടെ കശുവണ്ടി ഫാക്ടറികളെല്ലാം അടച്ചുപൂട്ടി കിടക്കുകയാണ്, അവരെല്ലാം തൊഴിലില്ലാതെ വിഷമിക്കുകയാണ്, അവർക്ക് തൊഴിൽ കൊടുക്കണം, അതുകൊണ്ട് നമുക്ക് ആഫ്രിക്കൻ തോട്ടണ്ടി ഇറക്കുമതി ചെയ്യണം. അതെല്ലാവർക്കും സ്വീകാര്യമായൊരു പ്രപ്പോസലായിരുന്നു. CPMകാർക്കും സ്വീകാര്യം, കോൺഗ്രസ്സുകാർക്കും സ്വീകാര്യം, CITUകാർക്കും സ്വീകാര്യം, AITUCന് സ്വീകാര്യം, എല്ലാവർക്കും സ്വീകാര്യം. പക്ഷെ ഇവിടെ സംഭവിച്ചത് അവിടെ നിന്നും ഏറ്റവും വില കുറഞ്ഞ കശുവണ്ടി, അത് പോയത് തന്നെ ഡാമേജ് പറ്റിയത് തന്നെ പോലും ഇറക്കുമതി ചെയ്തിട്ട് അതിന് ഏറ്റവും കൂടിയ വില കൊടുക്കുകയും അതിന് കേരളത്തിലെ ടാക്സ് പേയേഴ്സ് ആ പൈസ കൊടുക്കുകയും, അതാണ് കശുവണ്ടി വികസന അഴിമതി എന്ന് പറയുന്നത്. ഇത് വീതം വയ്ക്കുകയാണ്. പിന്നെ ഈ വീതം വയ്ക്കലാണ് എല്ലാ കക്ഷികളെയും പരസ്പരം ബന്ധിപ്പിക്കുന്നത്. ഇവിടെ ചന്ദ്രശേഖരൻ്റെ റോൾ എന്തെന്ന് ചോദിച്ചാൽ, ചന്ദ്രശേഖരൻ കേരള ഗവൺമെൻറ്റിൽ രമേശ് ചെന്നിത്തലയൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് ഏറ്റവും സ്വാധീനമുള്ള ഒരു INTUCയുടെ അഖിലേന്ത്യാ നേതാവായിരുന്നു ചന്ദ്രശേഖരൻ. അപ്പോൾ ഈ ചന്ദ്രശേഖരൻ്റെ ഇടപെടൽ കൊണ്ട് കോൺഗ്രസ് ഭാഗത്തുള്ള എല്ലാ സംഘടനകളും മാറുകയും പിന്നെ ചന്ദ്രശേഖരൻ പതുക്കെ വളരുകയാണ്. ചന്ദ്രശേഖരൻ വളരുക എന്ന് പറഞ്ഞാൽ ചന്ദ്രശേഖരൻ അത് പിണറായി വിജയനെ സ്വാധീനിക്കാൻ വേണ്ടി ഇടതുപക്ഷ ഗവൺമെൻറ് വന്നപ്പോൾ ചന്ദ്രശേഖരൻ വളരെ സുഖമാനായിട്ടിരിക്കുന്നു. ഇപ്പോഴും കുറേ ഉദ്യോഗസ്ഥന്മാർ കാണുന്നുണ്ടല്ലോ, നമ്മൾ പറയുന്നുണ്ടല്ലോ, സതീശൻ വന്നിട്ട് മാറ്റിയിട്ടില്ല എന്ന് പറയുന്നില്ല. അതുപോലെ ചില ഉദ്യോഗസ്ഥന്മാരുടെ ലിസ്റ്റിലേക്ക് ആര് മാറി? ഇടതുപക്ഷം വന്നപ്പോഴും മാറ്റാത്ത ഉദ്യോഗസ്ഥൻ്റെ ലെവലിലേക്ക് ചന്ദ്രശേഖരൻ മാറി. പിന്നെ ബാക്കി കാര്യങ്ങളെല്ലാം ചന്ദ്രശേഖരനാണ് തീരുമാനിക്കുന്നത്. ഇപ്പോൾ ഒരു ചെറിയ ഉദാഹരണം പറഞ്ഞാൽ ഇവരുടെ സ്വാധീനം അറിയണമെങ്കിൽ, ഇപ്പം എറണാകുളത്ത് കൊച്ചിയിൽ നിന്ന് തമിഴ്നാട്ടിലേക്ക് കശുവണ്ടി കടത്താണ്, ജീപ്പിനാണ് പോകുന്നതെന്നിരിക്കട്ടെ. ഈ ജീപ്പ് ഇവർക്ക് പല സ്ഥലത്തും സ്ക്വാഡുണ്ട്. കശുവണ്ടി വികസന കോർപ്പറേഷനും സേൽറ്റ സ്ക്വാഡ്, അങ്ങനെ പല സ്ക്വാഡുണ്ട്. ഇവർക്ക് പരിചയമില്ലാത്ത ഏതെങ്കിലും സ്ക്വാഡ് വഴിയിൽ ബസ് അല്ലെങ്കിൽ ഇവരുടെ വാഹനം ജീപ്പോ ലോറിയോ ചെക്ക് ചെയ്യാൻ വന്നിട്ടുണ്ടെങ്കിൽ
ഇവർക്ക് കൊടുത്തിരിക്കുന്ന ഇൻസ്ട്രക്ഷൻ, കശുവണ്ടി കള്ളക്കടത്തിൻ്റെ മെയിൻ മുതലാളി കൊടുത്തിരിക്കുന്ന ഇൻസ്ട്രക്ഷൻ, ആ ജീപ്പ് വഴിയിൽ പോലീസ് ഉണ്ടെങ്കിൽ അപ്പോൾ തന്നെ ഏറ്റവും അടുത്ത വേറെ പോലീസ് സ്റ്റേഷനിലേക്ക് മാറ്റിയിടുക. ഇവരുടെ കണക്ഷനുള്ള പോലീസ് സ്റ്റേഷനിൽ കയറ്റിയിട്ടേക്കുക. അപ്പം അവിടെ റെക്കോർഡ് ഉണ്ടാക്കും, ഈ വണ്ടി ഞങ്ങൾ ചെക്ക് ചെയ്തു, ഇപ്പോൾ പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ്, കസ്റ്റഡിയിലാണ്. അപ്പം അതുകൊണ്ട് ഈ വണ്ടി മറ്റ് സ്ക്വാഡിനെ പിടിച്ചെടുക്കാൻ പറ്റാത്ത അവസ്ഥയാകും. പിറ്റേ ദിവസം സ്ക്വാഡൊക്കെ പോയി കഴിഞ്ഞ് സ്വസ്ഥമായിട്ട് ആ പേപ്പർ കയറി കളഞ്ഞവരെ പറഞ്ഞു വിടുകയും ചെയ്യും. ഇങ്ങനെയാണ് ഈ വണ്ടികൾ ഇഷ്ടം പോലെ ഇങ്ങനെ അറേഞ്ച് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ ഏത് തരത്തിലും ഇത് ചെയ്യാൻ പറ്റും. പിന്നെയാണിത് ഏറ്റവും മാഗ്നിറ്റ്യൂഡ്. മേഴ്സിക്കുട്ടിയമ്മ രംഗത്ത് വരുന്നു. മേഴ്സിക്കുട്ടിയമ്മയുടെ ഭർത്താവ് നമ്മുടെ തുളസീധരക്കുറുപ്പ് ഈ ഭാഗത്തിൽ ഇടപെടുന്നു, അവരുടെ മകൻ ഇടപെടുന്നു. അങ്ങനെ ഇത് വ്യാപകമായി ഒരു നെറ്റ്വർക്ക് പോലെ ഇത് ഡെവലപ്പ് ചെയ്തെടുത്തു കശുവണ്ടി കള്ളക്കടത്ത്. ഇനി അതിൻ്റെ മറുവശം ഒരു വശം കൂടെ ഉണ്ട്. അത് എല്ലാ വിഭാഗത്തിനും എങ്ങനെ നിയന്ത്രിക്കുന്നു എന്ന് ചോദിച്ചാൽ, ഈ കശുവണ്ടി ഉണങ്ങാനിടണം, കൊണ്ടുവന്ന കശുവണ്ടി ഉണക്കണം. ഉണക്കാൻ നേരത്ത് ഒരു 10-50 പേർക്കേ പണിയുള്ളെങ്കിൽ, അല്ലെ മാർക്കറ്റിൽ പണിയുള്ള CITക്കാർക്കോ INTCക്കാർക്കോ 10-15 പേർക്കേ കാണുള്ളൂ. അപ്പോൾ ഈ കശുവണ്ടി ഉണങ്ങുന്നിടത്തും വീണ്ടും രണ്ടാമത് ചാക്കിലാക്കുന്നതിനൊക്കെ അവിടെ 100 കണക്കിന് പണിക്കാർ വേണം. അപ്പോൾ പണിയില്ലാത്ത, അന്നത്തെ ദിവസം പണിയില്ലാത്ത CITക്കാർ INTCക്കാരൊക്കെ ആരാ ജോലി കൊടുക്കുന്നത്? ഈ കശുവണ്ടി കള്ളക്കടത്ത് നടത്തുന്ന മുതലാളിയാണ് ഇവർക്ക് ജോലി കൊടുക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ട് എന്ത് വരും? ഈ യൂണിയനുകളെല്ലാം ആരുടെ ഒപ്പം നിൽക്കും? കശുവണ്ടി കള്ളക്കടത്തുന്ന മുതലാളിയുടെ ഒപ്പം നിൽക്കും. ഞങ്ങൾക്ക് 100 ഉദാഹരണങ്ങളുണ്ട്. വിശദമായ സത്യസന്ധമായിട്ട് പറയുന്നതാണ്. നേരിട്ടറിയാവുന്ന കാര്യങ്ങൾ പലതുമുണ്ട്. അതാണ് അറിയുന്നത്. അപ്പോൾ ഈ കശുവണ്ടി കള്ളക്കടത്ത് പിടിക്കാനുള്ള ശ്രമം വർഷങ്ങളായിട്ട് നടന്ന് എങ്ങനെയെങ്കിലും ഒന്ന് പിടിക്കണമെന്ന് ആഗ്രഹമുണ്ട്. ഹനീഷ് ഒന്നും ചെയ്യാൻ പറ്റിയില്ല. വീണ്ടും വന്നിരിക്കുന്നു. കോടതി ഉത്തരവ് പ്രകാരം ഇത് അന്വേഷിക്കണം. ചന്ദ്രശേഖരൻ്റെ അഴിമതിയായിട്ട് തുടങ്ങി ഇത് മൊത്തം ഇതിനെക്കുറിച്ച് അന്വേഷിക്കണമെന്നുള്ള രീതിയിലേക്ക് ഹൈക്കോടതി ഉത്തരവിടുകയും ഇനി വെച്ചുകൊണ്ടിരുന്നാൽ പണി മേടിക്കും എന്നുള്ള വാണിംഗ് കിട്ടിയിരിക്കുകയാണ്. അതുകൊണ്ട് ചിലപ്പോൾ കേസ് ചാർജ് ചെയ്ത് മുമ്പോട്ട് പോകാൻ സാധ്യതയുണ്ട്. മാത്രമല്ല, കോടതി പറഞ്ഞ പോലെ 2 വട്ടം അനീഷിനെ വിളിച്ചിരുന്നു. പക്ഷേ അനീഷ് മനഃപൂർവ്വം പോവാതിരിക്കുന്നു. 3-ാം വട്ടം അനീഷ് ചെല്ലുമ്പോൾ അനീഷ് അവിടെ പരസ്യമായി കോടതിയോട് മാപ്പ് പറയുന്നു. അപ്പം ഇതെല്ലാം കൂടി കോടതി അത് പുല്ല് വിലയാണ് വന്ന് കൽപ്പിച്ചത്. കാരണം ഇത്തരത്തിൽ കോടതി പലവട്ടം വിളിച്ചിട്ട് ചെന്നിട്ടില്ല. പിന്നീട് ഒരു മാപ്പ് അപേക്ഷയായിട്ട് മാത്രം ചെന്ന് കോടതിക്ക് അത് പരിഗണിക്കേണ്ട ആവശ്യമില്ല. ഒന്നാമത് ഈ പറഞ്ഞ പോലെ ഈ ഒരു വിഷയം കിടക്കുന്നത്. അപ്പോൾ എന്തായാലും സ്വാഭാവികമായിട്ട് ഇത് കോടതി അലക്ഷ്യ കേസായി പോകും. മാത്രമല്ല, അനീഷ് ജയിലിൽ പോകേണ്ട ഒരു സാഹചര്യം മുമ്പിലുണ്ട്. നമ്മളിതിൻ്റെ ഒരു നോക്കുകയാണെങ്കിൽ 2015 ആദ്യമായിട്ട് CBI കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് കേസെടുക്കുന്നതും അന്വേഷണം ആരംഭിക്കുന്നതും. 2020 ഈ പറഞ്ഞ പോലെ അതിൻ്റെ പ്രാഥമിക കുറ്റപത്രമെല്ലാം ഓക്കെ ആയി കോടതി മുമ്പാകെ കൊടുക്കുന്നൊരു കാര്യം കണ്ടു. പിന്നെ അന്ന് തന്നെ കോടതിയിൽ കൊടുത്തത്, CBI കൊടുത്തത് കുറ്റപത്രം അന്ന് തന്നെ കൊടുത്തതാണ് 2020 തന്നെ. എന്തായാലും നാളിതുവരെ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് സർക്കാരൊന്നും, കാരണം 2015 കേസെടുക്കുന്നത്, 2016 പിണറായി വിജയൻ മുഖ്യമന്ത്രിയായി ഏൽക്കുന്നത്. 2016 മുതൽ 2026 വരെ നീണ്ട 10 വർഷം കേരളം കൈയാളിയത് പിണറായി വിജയനായിരുന്നു. അതിൻ്റെ ഇടയിൽ പലവട്ടം കോടതി ഈ പറഞ്ഞ പോലെ ഈ കേസ് വിചാരണയ്ക്ക് വിളിച്ചിട്ടും ഈ പറഞ്ഞ പോലെ ഹനീഷോ അല്ലെങ്കിൽ കോടതി സംസ്ഥാന സർക്കാരുമായി ബന്ധപ്പെട്ട ഒരാൾക്കാരും അതിൽ പങ്കെടുത്തില്ല. ഒരു വട്ടം സംസ്ഥാന സർക്കാർ പറഞ്ഞത് ഇത് ഉദ്യോഗസ്ഥന്മാർ തമ്മിലുള്ള പ്രശ്നമാണ്, ഇവിടെ അഴിമതി നടന്നിട്ടില്ല എന്നുള്ളതാണ് സംസ്ഥാന സർക്കാർ പറഞ്ഞത്. എന്തായാലും ഇതിൽ ഈ പറഞ്ഞ പോലെ AITUC നേതാവ് R ചന്ദ്രശേഖരൻ മാത്രമല്ല വേറെയും പല നേതാക്കന്മാരും ഇതിൽ പങ്കെടുത്തിട്ടുണ്ട് എന്നുള്ള കാര്യങ്ങൾ വളരെ കൃത്യമാണ്. എന്തായാലും ഇന്ന് സംസ്ഥാന സർക്കാർ പ്രോസിക്യൂട്ട് ചെയ്യാനുള്ള അനുവാദം നൽകുന്നതോടുകൂടി ഈ നേതാക്കന്മാരെല്ലാവരും കോടതി വിളിച്ചു വരുത്താനും CBI നേരിട്ട് അറസ്റ്റ് ചെയ്യാനും അവരെ ചോദ്യം ചെയ്യാനെല്ലാം ചാൻസ് ഉണ്ട്. വരും ദിവസങ്ങൾ എന്തായാലും കാത്തിരുന്ന് കാണാം ഏതൊക്കെ തരത്തിലായിരിക്കും കോടതി ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഇനി മുമ്പോട്ട് പോകാന്നുള്ളതും. അതിൽ സംസ്ഥാന സർക്കാരിൻ്റെ, അതായത് നിലവിലുള്ള VD സതീശൻ സർക്കാരിൻ്റെ ഇച്ഛാശക്തി ഏതൊക്കെ തരത്തിലാണ്. കാരണം നമ്മൾ ഇത് നോക്കിക്കഴിഞ്ഞാൽ AITUC എന്ന് പറഞ്ഞാൽ കോൺഗ്രസിൻ്റെ തന്നെ ഒരു പ്രാദേശിക സംഘടനയായിട്ട് വരും. അപ്പം അതിൻ്റെ ഒരു പ്രസിഡന്റ്, സംസ്ഥാന പ്രസിഡന്റാണ് ഈ പറഞ്ഞ പോലെ R ചന്ദ്രശേഖർ. അപ്പോൾ അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ട് കോൺഗ്രസിനെ തട്ടുന്നൊരു സാധനം തന്നെയാണ്. പക്ഷേ കോൺഗ്രസ് അതിന് വിലമുഖം എടുക്കുന്നില്ല. കോൺഗ്രസ് പറയുന്നത് തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവർ ശിക്ഷിക്കപ്പെടട്ടെ എന്നുള്ള തരത്തിൽ തന്നെയാണ്. പക്ഷേ അന്ന് പിണറായി വിജയൻ്റെ സർക്കാരത്താകുമ്പോൾ ഇദ്ദേഹത്തെ സംരക്ഷിക്കുന്ന രീതിയിലാണെന്ന് ഈ പറഞ്ഞ പോലെ പിണറായി സർക്കാർ പോയത്. അപ്പം എന്താണ് അതിന് കാരണം എന്നറിയില്ല. കാരണം സ്വാഭാവികമായിട്ടും എനിക്ക് തോന്നുന്നു ഇദ്ദേഹം മാത്രമായിരിക്കില്ല, അല്ലെങ്കിൽ ഇദ്ദേഹം മാത്രമാണ് സ്വാഭാവികമായിട്ടും പിണറായി വിജയൻ സർക്കാർ ഈ പറഞ്ഞ പോലെ കേസുമായി മുമ്പോട്ട് പോകേണ്ടതാണ്. അതിലൊരു കാര്യം കൂടെ പറഞ്ഞാൽ ഇത് VD സതീശൻ്റെ ടെസ്റ്റ് കേസാണ്. അൻവറിനെ വെച്ചുള്ള പരീക്ഷണത്തിൽ സതീശൻ വിജയിച്ചു. മാങ്കൂട്ടത്ത് മറുവശത്ത് വന്നപ്പോൾ നടത്തിയ പരീക്ഷണത്തിൽ വിജയിച്ചു. ഇപ്പോൾ അതുപോലെ തന്നെ എല്ലാ ഗ്രൂപ്പുകാർക്കും വേണ്ടപ്പെട്ട എല്ലാ പാർട്ടിക്കാർക്കും വേണ്ട ചന്ദ്രശേഖരനെ ചലഞ്ച് ചെയ്യുന്ന രീതിയിലുള്ള പരീക്ഷണമായിട്ട് അത് മാറുകയാണ്. ഇതിനെയും കൂടെ അതിജീവിക്കാൻ സതീശൻ പറഞ്ഞാൽ താങ്കൾക്ക് കേരളത്തിലെ ജനങ്ങൾക്ക് വേണ്ടി എന്തെങ്കിലുമൊക്കെ നല്ലത് ചെയ്യാൻ പറ്റും എന്നൊരു പ്രതീക്ഷ ഞങ്ങൾക്കുണ്ടാവും.